കുട്ടീസ്, അപ്പോൾ യുണീക്ക് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമുക്ക് ക്രാഫ്റ്റിന് അത്യാവശ്യമാണല്ലേ? അതെ, അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ബ്രൗൺ എടുത്തിട്ടുണ്ട്, വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ക്യാമലിൻ്റെ ഫാബ്രിക് കളറാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് അടിക്കുന്നു. എൻ്റെ ഈ കളറിൽ തന്നെ ഈ ബ്രൗണും വൈറ്റും ആണ് ബേസ് ആയിട്ട് എടുത്തുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സാക്റ്റ് വൈറ്റ് അല്ല, ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള പീച്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ വൈറ്റ് ചേർക്കുന്നുണ്ട്, യെല്ലോ ചേർക്കുന്നുണ്ട്, അങ്ങനെ പല കളർ ഇങ്ങനെ ചേർത്ത് ആ ഒരു സെയിം ബേസിനെ തന്നെ പലതായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കളേഴ്സ് എല്ലാം യുണീക്കാണ് കേട്ടോ. ഇതൊരിക്കൽ കൂടെ റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല. കാരണം നമ്മൾ എടുക്കുന്ന കളറിൻ്റെ എമൗണ്ടും കളറിൻ്റെ ആ ഒരു ഷെയ്ഡിനെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ വിൻറ്റേജ് തീമിലുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത കളേഴ്സ് ആയിരുന്നു കേട്ടോ. ഇതൊന്നുകൂടെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കും അത് ഡിഫിക്കൽട്ടായിരിക്കും. എക്സാക്റ്റ് ഈ ഷെയ്ഡ് കിട്ടുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കളറിൻ്റെ വിസ്മയം ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കൂടാതെ ഞാൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയ വീഡിയോയും കൂടെ പോയി കണ്ടോളണേ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം.